ഹലോ ഗായ്സ്, ഓണവും നിബിദിനൊക്കെ കഴിഞ്ഞിട്ട് 2-3 ദിവസമെങ്കിലും ഇപ്പോഴാണ് നമുക്ക് വീഡിയോ ഇടാൻ ടൈം കിട്ടുന്നത്. ഇന്ന് എണീച്ചപ്പോൾ തന്നെ നിബിദിനത്തിന്റെ റാലി ആട്ടോ കണ്ടത്. ഇത് കാണുമ്പോൾ നമ്മ പണ്ട് റാലിക്ക് മിഠായി കിട്ടാൻ വേണ്ടി കവറൊക്കെ പിടിച്ച് പോണതാട്ടോ ഓർമ്മ. അപ്പൊ ഇന്ന് 2 സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ഡേ ആണ്. ഓണമാണ്, പിന്നെ നമ്മുടെ നിബിദിനവും കൂടിയാണ്. അപ്പൊ വീട്ടിൽ നിബിദിനത്തിന്റെ പരിപാടികൾ, ഓണത്തിന്റെ പരിപാടി തകർത്ത്. അപ്പൊ ഇവിടെ ആട്ടോ നമ്മൾ ഈ പരിപാടികൾക്ക് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പൊ എനിക്കൊരു പണിയും കിട്ടിയില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ തേങ്ങ ചെരുവുകൾ എന്റെ ജന്മനുള്ള പണിയാണ്. എത്ര തേങ്ങ ഉണ്ടെങ്കിലും ഞാൻ തന്നെ ചെലവ്. പിന്നെ ഇത് എന്നെ ഏൽപ്പിക്കുന്നതിന് വേറെ ഒരു കാര്യമുണ്ട്. ഞാനത് ഭയങ്കര സ്പീഡിൽ ചിലവ് കേട്ടോ. എനിക്കത് എന്താണെന്ന് അറിയില്ല. ഞാൻ അത് ഭയങ്കര എല്ലാവരെക്കാളും സ്പീഡിൽ ചിലവ് തീർക്കാറുണ്ട്. പിന്നെ എത്ര തേങ്ങ ചിലവിന്ന് അറിയില്ല കേട്ടോ. മെയിനായിട്ട് ഈ തേങ്ങ എല്ലാത്തിനും വേണം, പായസത്തിന്, ഉപ്പേരിക്ക്, എല്ലാത്തിനും. അപ്പം അതുകൊണ്ട് എത്ര തേങ്ങ ചിലവിന്ന് എനിക്കറിയില്ല. പിന്നെ അതൊക്കെ അതിന് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ പപ്പടം കാച്ചലും പിന്നെ നമ്മുടെ ഇഞ്ചി മുളിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലും എല്ലാം അവിടെ തകർത്ത് നടക്കണം കേട്ടോ. എനിക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ തേങ്ങാപ്പാലൊന്നൊക്കെ എടുത്തു കൊടുത്തപ്പോഴേക്ക് എൻ്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞട്ടോ. പിന്നെ കുറച്ച് ഒതുക്കൽ പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തലേദിവസം പകുതി ചെയ്യുന്നതുകൊണ്ട് പിന്നെ അന്നത്തെ ദിവസം പ്രത്യേകിച്ച് അങ്ങോട്ട് ഭയങ്കര ഹെക്ടിക് ആയിട്ട് തോന്നില്ല കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ വീട്ടിലത്തെ മെയിൻ ആള് കേട്ടോ, സ്കൂബി. പിന്നെ വാഴല വെട്ടി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതാണ് സാമ്പാർ ചീര. നമ്മൾ സാമ്പാറിലൊക്കെ മിക്ക ഒരു കറിയായിരിക്കും, അത് വറക്കാൻ പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആൻറ്റിയുടെ അടുത്ത പള്ളിയിലത്തെ നേർച്ച ചോറ് നമുക്ക് കിട്ടി കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഉച്ചയായി. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ നമ്മൾ കുളിച്ചു. പിന്നെ ടേബിളിൽ എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചപ്പോൾ ഞാൻ വെറുതെ എടുത്താട്ടോ എല്ലാ ക്ലിപ്പുകളും. ചോറ്, പായസം, അച്ചാർ, കാബേജ് ഉപ്പേരി, പിന്നെ നമ്മുടെ പയറ് മത്തങ്ങയും, പിന്നെ അവിയൽ, മസാലക്കറി, കാളൻ, അങ്ങനത്തെ എല്ലാ കറികളും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ശർക്കര വരട്ടി, കായുപ്പേരി, പപ്പടം, സാധനങ്ങൾ നമ്മൾ ടേബിൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 തരം പായസം, ഗോതമ്പ് പായസം, സേമിയ പായസം. ഞാൻ സേമിയ പായസം മാത്രം കുടിക്കുള്ളൂ കേട്ടോ. അതാണ് അത് മാറ്റി ഉണ്ടാക്കിയത്. അപ്പോഴേക്ക് നമ്മുടെ ഇല കഴുകി തുടച്ച് സെറ്റാക്കി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ട്. അപ്പോൾ 2 കൂട്ട് പായസവും കറികളും അടിപൊളിയായിട്ട് നമ്മുടെ ഉച്ചത്തെ ഓണസദ്യ അങ്ങോട്ട് കഴിച്ചിട്ടോ. പിന്നെ അപ്പുറത്തെ വീഡിയോ ആയപ്പോൾ ഈ അത്തക്കാളവും അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ കുറച്ച് ഫ്രൂട്ട്സും കൂടി കഴിച്ചു. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ ഗൈസ്.